യേശുവേ നിന്നെ കണി കണ്ടുണരാ ഈ പുലരിയിൽ നീ വരമരുളൂ. ആനന്ദദായകം നിന്നുടെ വദനം, ആനന്ദദായകം നിന്നുടെ വദനം, നിൻ തിരുമൊഴികൾ മനസ്സിനു മധുരം. യേശുവേ നിന്നെ കണി കണ്ടുണരാ ഈ പുലരിയിൽ നീ വരമരുളൂ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്വീറ്റ് ഫ്രണ്ട്സ്. ധ്യാനത്തിൻ്റെ അത്യുംഗ ശൃംഗത്തിലേക്ക് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. നമുക്ക് നമ്മളോട് തന്നെ ഒരല്പം സ്നേഹവും അപരനോട് കാരുണ്യവുമൊക്കെ കാണിക്കാനുള്ള ഒരു നല്ല മൂവ്മെൻ്റാണ് ധ്യാനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നമ്മളോട് തന്നെ ഒരല്പം സ്നേഹത്തോടുകൂടെ ഈ പുലരിയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. കണ്ണടച്ച് ഏറ്റവും സ്വസ്ഥമായ ഒരു പൊസിഷനിൽ നമുക്കിരിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഓർക്കാം. നമ്മളെ എത്ര മനോഹരമായാണ് ദൈവം മെനഞ്ഞത് എന്നോർത്തേ. നമ്മളെപ്പോലെ ഈ ലോകത്തിൽ മറ്റാരുമില്ലെന്ന് ഒന്ന് തിരിച്ചറിയേ. നമ്മളുടെ മുഖഭാവം പോലെ അതേ അവസ്ഥയിൽ ഈ ലോകത്തിൽ മറ്റൊരാൾ പോലും ഇല്ല. ഐഡന്റിറ്റിക്കൽ ട്വിൻസാണ് എന്ന് പറഞ്ഞാൽ പോലും ചില വ്യതിരിക്തതകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മളുടെ തള്ളവിരലോ നമ്മളുടെ വിരലുകളോ ഒന്ന് പതിപ്പിച്ചാൽ അറിയാം. ഈ ലോകത്തിൽ 700-ലധികം കോടി മനുഷ്യരുണ്ടെങ്കിലും അതിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഐ ആം എ യൂണിക് പേഴ്സണാലിറ്റി ആൻഡ് യൂണിക് ഹ്യൂമൻ ബീയിങ്. എന്നെ ദൈവം അത്രയും വിലപ്പെട്ടവനായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരുവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു, നിന്റെ ഓരോ മുടിയിഴ പോലും ഞാൻ എണ്ണിയിരിക്കുന്നു എന്നൊക്കെ. നമ്മളോട് തന്നെ അല്പം സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് ധ്യാനം. നമുക്ക് നമ്മളോട് തന്നെ ഒരിഷ്ടവും ഒരു റെസ്പെക്റ്റും ഒക്കെ തോന്നുന്നതാണ് ധ്യാനം. ഈ പുലരിയിൽ ഈ ഒരു നിമിഷം നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ഉള്ളിലൊരു സന്തോഷം നമുക്ക് അനുഭവിക്കാം. ഇന്ന് ഈ ധ്യാനത്തിലൂടെ അവിടുന്ന് നമ്മളുടെ സാധ്യതകളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടെത്തിയെടുത്തത് അത് കുറേ കൂടെ വികസിപ്പിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് ഏറ്റവും നിശബ്ദമായി നമുക്ക് ഈ ജീവിതത്തോട് ഒരു സ്നേഹം സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം. എനിക്ക് കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന എൻ്റെ കണ്ണ്, എനിക്ക് നല്ല കേൾവികൾ സമ്മാനിക്കുന്ന എൻ്റെ കാത്, ഞാൻ പോലും ചിന്തിക്കാത്ത നല്ല വർത്തമാനങ്ങൾ പറയാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ നാവ്, എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങളെല്ലാം റിയലി ഐ എം എ ഗിഫ്റ്റഡ്. ഐ എം എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണെന്ന് ഞാൻ തിരിച്ചറിയാം. എൻ്റെ ജീവിതവും എൻ്റെ സാഹചര്യവുമൊക്കെ അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹ സമ്മാനമാണ്.
ഒരു കുഞ്ഞ് ഈരടി ഈ സമയത്ത് മനസ്സിൽ ആലപിച്ചുകൊണ്ടിരിക്കാം. ഈ നിമിഷം എനിക്ക് തന്ന എൻ്റെ ദൈവമേ, നിനക്ക് നന്ദി എന്ന് മനസ്സിലെല്ലാവരും ഉരുവിടട്ടെ. ഈശോയെ കണി കണ്ടുണർന്ന നമ്മൾ, ഈശോയുടെ വലിയ സ്നേഹം നുകരാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ സമയത്ത് ഈ ഒരു അനുഭൂതിയിൽ ലയിക്കട്ടെ. ഈ നിമിഷം എൻ്റെ ദൈവം എനിക്ക് സമ്മാനമായി നൽകിയതാണെന്ന്. ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് റിപ്പീറ്റഡായുള്ള ചില പ്രയറുകൾ. റിപ്പീറ്റഡായി ചില പ്രയറുകൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഈരടികൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ ആത്മീയ അഭിഷേകം നിറയും. അതുകൊണ്ടാണ് ഋഷിവര്യന്മാർ ഓരോ കുഞ്ഞു ജപങ്ങളും കുഞ്ഞു മന്ത്രങ്ങളും ഒക്കെ ആവർത്തിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും നമ്മളിലൊരു ആത്മീയതയുടെ വെട്ടം നിറയാനുമായിട്ട് നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം സൂക്ഷിച്ചുകൊണ്ട് ഈ നിമിഷം നീ തന്നതിന് എൻ്റെ ദൈവമേ നിനക്ക് നന്ദി എന്ന് മാത്രം ഈ ഭജൻ നമുക്ക് ഏറ്റുപാടി ഈ ധ്യാന നിമിഷങ്ങളിലൂടെ കടന്ന് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം. ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ പാടിടുന്നു, സ്തുതി പാടിടുന്നു. ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ പാടിടുന്നു, സ്തുതി പാടിടുന്നു. ഹൃദയത്തിൽ ഈ ഇരടികൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കട്ടെ. ഒരുപക്ഷെ നമ്മൾ വലിയ പാട്ടുകാരാവണമെന്നൊന്നുമില്ല. ദൈവത്തോട് നമ്മളുടെ നന്ദി, ഈ ജന്മം തന്നതിന്, എൻ്റെ ദൈവം എനിക്ക് തന്ന സ്നേഹ സമ്മാനമായ ഈ ജീവിതം ഈ പുലരിയിൽ ഞാൻ ആസ്വദിക്കുകയാണ് എന്ന് മനസ്സിൽ പറയട്ടെ. ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ പാടിടുന്നു, സ്തുതി പാടിടുന്നു. ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ, ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ പാടിടുന്നു, സ്തുതി പാടിടുന്നു. പരിപാലകായ യേശുവേ, പാവനപാദം കുമ്പിടുന്നു. ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ പാടിടുന്നു, സ്തുതി പാടിടുന്നു. ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ, ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ പാടിടുന്നു, സ്തുതി പാടിടുന്നു. ശ്വാസം എനിക്ക് ലഭിക്കുന്നത് പോലും അനുഗ്രഹമാണ്. ഓരോ സെക്കൻഡും എനിക്ക് ശ്വാസം എടുക്കാനും അതിനെ ശ്വസിക്കാനും കഴിയുന്നത് എൻ്റെ ദൈവമേ, അത് ഈ നിമിഷം നീ എനിക്ക് നൽകിയ കൃപയാണെന്ന് ഞാൻ അറിയുന്നു. ഈ പുലരിയിൽ ഐ എം റിയലി താങ്ക്സ്. ഞാൻ ഈ പുലരിയിൽ എൻ്റെ കർത്താവിന് നന്ദി പറയുകയാണെന്ന് മനസ്സിൽ പറയട്ടെ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കാൻ ഒരുങ്ങുകയാണ്. ഈ പുലരിയിൽ എൻ്റെ കർത്താവ് എനിക്ക് ജന്മം തന്നതിന് നന്ദി പറയുകയാണ്. ഈ സമയത്ത്, ഈ നിമിഷം നീ എനിക്ക് തന്നതിന്, ഈ ശരീരം എനിക്ക് തന്നതിന്, ഈ അവയവങ്ങൾ എനിക്ക് തന്നതിന്, എൻ്റെ കുറവുകളെല്ലാം ചേർത്ത്
ഈശോയെ, നിനക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ നിനക്ക് നന്ദി പറയുകയാണ് ഈ പുലരിയിൽ എൻ്റെ കർത്താവെ, നീ എന്നോട് കാണിച്ച അവർണ്ണനീയമായ ദാനത്തിന് നിനക്ക് സ്തുതി. ഈ പുലരിയിൽ നാളിതുവരെയും നീ എന്നോട് കാണിച്ച നിന്റെ അവർണ്ണനീയമായ സ്നേഹത്തിനും അവർണ്ണനീയമായ കരുതലിനും അവർണ്ണനീയമായ കൃപകൾക്കും ദൈവമേ നന്ദി. ഹൃദയത്തിൽ നന്ദി മാത്രം ഉയരട്ടെ. നന്ദി മാത്രം ഈ സമയത്ത് ഉയരട്ടെ. എന്നെ നീ കാണുന്നത് ഞാനിപ്പോൾ അറിയുന്നു. സ്വർഗത്തിൽ ഇപ്പോൾ മാലാഖമാരും വിശുദ്ധരും പരിശുദ്ധ മറിയവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരുടെ മിഴികളെല്ലാം ഇപ്പോൾ ഭൂമിയിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന എന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു. പ്ലീസ് ഇമാജിൻ നൗ. ഇപ്പോൾ നീ ഭാവനയിൽ കാണ്. ഇപ്പോൾ നീ ഭാവനയിൽ കാണ്. സ്വർഗം തുറന്ന് മാലാഖമാര് നിന്നെ എന്നെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ള വിശുദ്ധരെല്ലാവരും, വിശുദ്ധ അന്തോണീസും വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ യൗസേ പിതാവും അമ്മ ത്രേസ്യയും കൊച്ചു ത്രേസ്യയും മറിയം ത്രേസ്യയും അൽഫോൺസമ്മയും എല്ലാം ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലിരിക്കുന്ന എന്നെ എത്തി നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്ന്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഇപ്പോൾ ഭൂമിയിലിരുന്ന് എന്താണ് ചെയ്യുന്നതെന്ന്. മിഴി ഉയർത്തുമ്പോൾ ഞാൻ സ്വർഗം കാണുന്നുണ്ട്. എനിക്കേറെ പ്രിയങ്കരായ വിശുദ്ധരെല്ലാവരും എന്നെ നോക്കുന്നത്. പരിശുദ്ധ മറിയം എന്നെ ആലിംഗനം ചെയ്യാനായി ആഗ്രഹിച്ച് സ്വർഗത്തിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ആബാ പിതാവും പുത്രൻ തമ്പുരാനും റൂഹ തമ്പുരാനും ഇപ്പോൾ അവരുടെ മിഴികൾ എന്നിലേക്ക് മാത്രം. ഇപ്പോൾ ഞാൻ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയ ഈ ജന്മത്തിൻ്റെ മഹനീയതയാണ്. ഈ നിമിഷം നീ തന്നതിന് ദൈവമേ നന്ദി എന്ന് ഞാൻ പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. ഞാൻ നന്ദി എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിൻ്റെ മാലാഖമാര് ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. Now I am really blessed because സ്വർഗം ഇപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നല്ല സമയം. Feel the presence of heavenly singing. സ്വർഗീയ സംഗീതത്തിൻ്റെ, സ്വർഗത്തിലെ ഗാനാലാപനത്തിൻ്റെ നല്ല ശൈലി ഇപ്പോൾ എൻ്റെ കർണപുടങ്ങളിൽ വന്ന് നിറയുകയാണ്. ഞാൻ നന്ദി പറയുമ്പോൾ, ഞാൻ നന്ദി പറഞ്ഞ് ഇന്ന് ഈ ധ്യാന സമയത്ത് വ്യാപരിക്കുമ്പോൾ സ്വർഗത്തിൽ സംഗീതം ഉയരുന്നു. സ്വർഗത്തിൻ്റെ കാഹളം മുഴങ്ങുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ഈ പുലരിയിൽ ഭൂമിയിലിരുന്ന് സ്വർഗത്തെ നോക്കുകയും സ്വർഗത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നല്ലോ എന്നോർത്ത് സ്വർഗം സന്തോഷിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഏറ്റുപാടാം. ഈ നിമിഷം
നൽകിയ സ്വർഗപിതാവേ, ഈ നിമിഷം എനിക്ക് നൽകിയ പുത്രൻ തമ്പുരാനെ, ഈ നിമിഷം എനിക്കേകിയ പരിശുദ്ധാത്മാവായ ദൈവമേ, നിങ്ങൾക്ക് നന്ദി. ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ പാടിടുന്നു, സ്തുതി പാടിടുന്നു. ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ, ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ പാടിടുന്നു, സ്തുതി പാടിടുന്നു. പരിപാലകാ യേശുവേ, പാവനപാദം കുമ്പിടുന്നു. ഈ നിമിഷം നീ തന്നതെന്നോർത്തു ഞാൻ പാടിടുന്നു, സ്തുതി പാടിടുന്നു, പാടിടുന്നു, സ്തുതി പാടിടുന്നു. എൻ്റെ നല്ല ദൈവമേ. ദൈവം നിറയട്ടെ. ഹൃദയത്തിൽ എന്നോളം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവാദം തന്നതിന്, അന്ന വസ്ത്രാദി കാര്യങ്ങൾ കൊണ്ട് എന്നെ അലങ്കരിച്ചതിന് ദൈവമേ, നിനക്ക് നന്ദി. ഞാനിങ്ങനെ നന്ദി പറയുമ്പോൾ എനിക്ക് എൻ്റെ യേശു ഒരു തിരുവചനം എടുത്തു തരുന്നു. 10 കുഷ്ഠരോഗികളിൽ ഒരാൾ മാത്രം സൗഖ്യം കിട്ടിയപ്പോൾ വന്ന് നന്ദി പറഞ്ഞപ്പോൾ രക്ഷ കൊടുത്തു. 10 പേർക്കും സൗഖ്യം കൊടുത്തു. അതിലൊരാൾ നന്ദി പറഞ്ഞപ്പോൾ അയാൾക്ക് പിതാവായ ദൈവം രക്ഷയുടെ അനുഭവം കൊടുത്തു. നമ്മൾ ഇനിയുള്ള ഈ ധ്യാന ദിവസങ്ങളിൽ ഹൃദയത്തിൽ ഉണർന്നെഴുന്നേറ്റാൽ മനസ്സിലൊന്ന് സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. ഈ ധ്യാനത്തിനിരിക്കുന്ന ആദ്യ കുറച്ച് സമയം ഉള്ളിൽ എപ്പോഴും ഒരു നന്ദിയും ഈ ജന്മമൊക്കെ കിട്ടിയതിന് മനസ്സിലിങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം സൂക്ഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ അനുഭവം സൂക്ഷിച്ച് നന്ദി പറഞ്ഞ് നീ നിൽക്കുമ്പോൾ കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറി എന്ന് മാത്രമല്ല, അവന് രക്ഷ അവിടുന്ന് പ്രദാനം ചെയ്തു. നമുക്ക് ഈ പുലരിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഒരു രക്ഷയുടെ മുദ്ര ലഭിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആത്മ അഭിഷേകത്തിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ സ്നാനപ്പെടാൻ ഓരോ ദിവസവും ഏറ്റവും സ്വസ്ഥമാവണം നീ. ഈ ധ്യാനത്തിൻ്റെ 20-21 ദിവസങ്ങളിലൂടെ കടന്നുപോയവരാ നമ്മൾ. ഇനിയുള്ള ഈ സമാപന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലൊരു ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ഈ മെഡിറ്റേഷൻ്റെ കടൽപ്പാട്ട് എന്ന് പറയുന്ന ഈ മെഡിറ്റേഷൻ്റെ പൂർണ്ണത പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത്.
പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള ഒരുക്കത്തിലേക്കാണ് ഈ ധ്യാന ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നും ഒരുപക്ഷെ രാവിലെ ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ടാവുകയില്ലിനി, പക്ഷേ എന്നും പുലർച്ചെ ഉണരണം. ഈ കടൽപ്പാട്ട് എന്ന് പറയുന്ന ശുശ്രൂഷ എല്ലാ ദിവസവും കേട്ട് ഓരോ ദിവസവും പടിപടിയായി നമ്മൾ ആത്മീയമായി ഒരുങ്ങിക്കൊണ്ടിരുന്ന ഇനി നമ്മൾ തനിയെ ധ്യാനിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചെടുത്തതുപോലെ നമ്മളുടെ ശരീരത്തെക്കുറിച്ച് അവബോധമുള്ളവരാവുക. നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുക. ആത്മാവ് നന്ദി നിറഞ്ഞ ഒരനുഭവത്തിലൂടെ കടന്നു പോകുന്നത് ഫീൽ ചെയ്യുക. ഈ സമയത്തൊക്കെ നന്ദിയുടെ പ്രകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുക. നന്ദി പറഞ്ഞ് ഞാൻ ഉയരുകയാണ്. സ്വർഗത്തിൽ എന്നെ എത്തി നോക്കിയവർ ഇപ്പോൾ പതിയെ ഭൂമിയിലേക്ക് വരുന്ന മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ ദൂതന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എൻ്റെ കൈ പിടിച്ച് എന്നെ രക്ഷയുടെ തീരമായ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അനുഭവിക്കേ. ഓരോരുത്തരും ഇപ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്ന് മാലാഖമാരിറങ്ങി വന്ന് നിന്നെ രക്ഷയുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് അനുഭവിക്കേ. ഈ മണ്ണിൽ നിന്ന് നമ്മൾ ഉയരുകയാണ്. ഉയർന്ന് മരങ്ങളും മലകളും താണ്ടി നമ്മൾ മറ്റൊരു ദേശത്തേക്ക് എത്തിയിരിക്കുന്നു. ഒരു പഞ്ഞിക്കെട്ട് പോലെ ഞാനിപ്പോൾ ഫീൽ ഫ്രീ ആയിരിക്കുന്നു. ഭാരങ്ങൾ ഇപ്പോൾ എന്നിലില്ല. ശരീരത്തോടു കൂടെയല്ല ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ശരീരം ഭൂമിയിലാണ്. എൻ്റെ ആത്മാവാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആത്മാവിനെയാണ് ഇപ്പോൾ പരിശുദ്ധ മറിയം മാലാഖമാരോട് കൂടെ എടുക്കുന്നത്. ഒരു പഞ്ഞക്കെട്ട് പോലെ ഞാൻ ഉയരുന്നു. I am rising. Now I am flying like a bird. My soul is flying. My soul is perfectly flying like a bird. ഒരു മീവൽ പക്ഷിയെപ്പോലെ, ഒരു കുരുവിയെപ്പോലെ, ഒരു പറവയെപ്പോലെ, ഒരു കഴുകനെപ്പോലെ. Now I am flying. Now there is no burden. There is no obstacle before my journey. There is no boundaries. There is no obstacles. ഒരു തടസ്സവുമില്ല, ഒരു കെട്ടുപാടുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് ഞാനൊരു മാലാഖയെപ്പോലെ, ഒരു മീവൽ പക്ഷിയെപ്പോലെ ഞാനിങ്ങനെ പറന്നുയരുകയാണ്. Now I am enjoying this flying. ഈ പറക്കൽ ഞാൻ ആസ്വദിക്കുകയാണ്. മറ്റെല്ലാം മറന്നുകൊണ്ടുള്ള അതീന്ദ്രിയമായ ഒരനുഭൂതി. The mystical realm. I am facing a mystical realm. അമ്മ ത്രീസിയും മറിയം ത്രീസിയും ഒക്കെ അനുഭവിച്ചതുപോലെയുള്ള ഒരു മിസ്റ്റിക്കൽ വേൾഡിലേക്ക് I am entering. Now I am entering in another world. Now I am entering in the another world. Now I am entering. Now I am glittering.
Now I am glittering like a star. I am glittering. സൂര്യനെ ഉടയാടയാക്കിയ പരിശുദ്ധ അമ്മയോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ Now I am glittering. സ്വർഗാരൂപിതയായ മാതാവിനെ പോലെ സ്വർഗാരൂപിത മാതാവ് ഇപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. Now I am glittering like a shining star in the sky. Like a shining star in the sky. അതീന്ദ്രിയ ലെവലിൽ ഞാൻ എത്തി നിൽക്കുന്നു. മറ്റൊരു ദേശം, സ്വർഗമെന്ന അതിപാവനമായ ദേശത്ത് ഞാൻ എത്തിയിരിക്കുന്നു. എന്നെ കണ്ട ഉടനെ പിതാവായ ദൈവം എന്നെ മാറോട് ചേർക്കുന്നു. പറ്റാത്ത സ്നേഹവും അകലാത്ത കാരുണ്യവും നൽകുന്ന അവിടെ നിന്നോട് പറയുന്നു, കുഞ്ഞെ, നീ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നീ ഈ പുലരിയിൽ ജീവിക്കാൻ ഒരുങ്ങുന്നത് കൊണ്ട് നിനക്ക് ഞാൻ എൻ്റെ മുഴുവൻ അനുഗ്രഹവും നൽകും. നീ ഇനി വാടി വീഴുകയോ വെയിലിൽ തളർന്നു പോവുകയോ ഇല്ല. നനജലം കിട്ടാത്ത ചെടി പോലെ അല്ല ഇനി നീ. ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ നിന്നിൽ നിന്ന് ഫലങ്ങൾ നിറയും. നീ എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ ശിഖിരങ്ങളിൽ നല്ല കിളികൾ കൂടുകൂട്ടും. കിളികൾ രാത്രി പാർക്കാൻ നീ എന്ന് പറയുന്ന മരത്തിൻ്റെ ചില്ലയിലേക്ക് വരുന്ന നാളുകൾ അടുത്തിരിക്കുന്നു. ഞാൻ ഒരു പൂമരമായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷിയായി, നക്ഷത്രമായി ഞാനിപ്പോൾ ഒരു നല്ല പൂമരമായി മാറുന്നു. എൻ്റെ ചില്ലകളിൽ ഇപ്പോൾ പക്ഷികൾ കൂടുകൂട്ടുന്നത് ഞാൻ അനുഭവിക്കുന്നു. ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ കിളികൾ കൂടുകൂട്ടുന്ന, എല്ലാവർക്കും തണലാകുന്ന മരമായി ഞാൻ മാറുന്നു. യേശു എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇലകളിലും എൻ്റെ പൂക്കളിലും അവൻ്റെ കൈമുദ്ര പതിയുകയാണ്. രക്ഷയുടെ പറുദീസ അനുഭവത്തിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും ഇപ്പോൾ എന്നോട് പറയുന്നു, കുഞ്ഞെ, നിനക്ക് ഞാൻ ആത്മാവിനെ നൽകും, പരിശുദ്ധാത്മാവിനെ നൽകും. അതിന് നീ ഒരുങ്ങിക്കൊള്ളുക എന്ന്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നീ ഒരുങ്ങുക എന്ന്. നല്ല ഒരുക്കത്തോടു കൂടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നീ വ്യാപരിക്കണം എന്ന് ഓർക്കുന്നു. ജ്ഞാനസ്നാനം കഴിഞ്ഞ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ക്രിസ്തുവിൻ്റെ മേൽ വന്നു നിറഞ്ഞതുപോലെ ഈ കടൽപ്പാട്ട് എന്ന് പറയുന്ന ശുശ്രൂഷയിലൂടെ, ധ്യാന വിചാരങ്ങളിലൂടെ നീ കടന്ന് ദൈവലോകത്തിലേക്ക് പ്രവേശിച്ച നിനക്ക് ലഭിക്കാൻ പോകുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും സംരക്ഷണത്തിൽ പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവെ, എന്നിൽ വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും ഒന്നാക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഇപ്പോൾ ഈശോ എന്നെ നോക്കി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ഞാൻ നിന്നിലേക്ക് വർഷിക്കും. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നീ ജ്വലിക്കും.
ആത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി ഞാൻ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഞാൻ കാത്തിരിക്കുകയാണ് എന്നിൽ ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി. പിതാവും പുത്രനും എന്നെ ഇപ്പോൾ സ്നേഹത്തോടുകൂടെ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അനുഭൂതിയിലേക്ക് നിറയ്ക്കുന്നു. ആ അനുഭൂതിയും സ്വന്തമാക്കി ഞാൻ പതിയെ വീണ്ടും ഭൂമണ്ഡലത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഭൂമണ്ഡലത്തിലേക്ക് ഞാൻ ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എൻ്റെ ആത്മാവ് വളരെ പതിയെ 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 ഒരു തൂവലിനെ പോലെ, ഒരു തൂവൽ എപ്രകാരമാണോ കാറ്റത്ത് പറന്ന് പറന്ന് ഒടുവിൽ മണ്ണിൽ പതിക്കുന്നത്, അതുപോലെ ശാന്തമായി എൻ്റെ ആത്മാവ് ഒരു തൂവൽ പോലെ പറന്ന് 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 എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് വലിയ ഒരു ശാന്തതയുണ്ട്. ആത്മാവിനെ എനിക്ക് ലഭിക്കുമെന്ന വലിയ ഒരു ഉറപ്പുണ്ട്. എൻ്റെ ശരീരം അടിമുടി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ല ദിവസങ്ങൾ. ഹൃദയത്തിൽ നന്ദി മാത്രം, ആദരത്തിൽ നന്ദി മാത്രം ഉരുവിട്ട് ഞാൻ മിഴി തുറക്കുകയാണ് ഒരു പുതിയ പുലരിയിലേക്ക്. പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. കണ്ണ് പതുക്കെ തുറക്കുക. പ്രകൃതിയിലെ സൗന്ദര്യം ആസ്വദിക്കുക. ഈ ചരാചരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവാനുഭൂതിയിൽ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും നീ ചെയ്യാൻ തീരുമാനിക്കുക. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ദൈവാനുഭവത്തിൻ്റെ, ഒരു നന്ദി നിറഞ്ഞ അനുഭവത്തിൻ്റെ കൃപകൾ പങ്കുവയ്ക്കാൻ തുടങ്ങുക. ഇനിയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന ഈ ദിവസങ്ങളിൽ, ഈ കടൽപ്പാട്ടിൽ ഏതെങ്കിലും ദിവസങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ധ്യാനിക്കാനായിട്ട് രാവിലെയും വൈകിട്ടും ഏറ്റവും സ്വസ്ഥതയിൽ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുക. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ നേടിയെടുക്കണം. ഈ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിറയണം എന്ന് ദാഹിക്കേ. ഈ ഒരാഴ്ച കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസമാണ് പിന്നെ ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ടാവുകയുള്ളൂ. മെഡിറ്റേഷൻ അവസാനിക്കുകയല്ല, മെഡിറ്റേഷൻ തുടങ്ങുകയാണ്. നമ്മൾ ഈ കേട്ടതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇനി ഇതുള്ള ദിവസങ്ങളിൽ തനിയെ ധ്യാനിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ, വലിയ ബഹളങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കുറേ കൂടെ ശാന്തതയോടുകൂടെ ജീവിതത്തെ നേരിടാൻ, മറ്റുള്ളവരോട് ശത്രുത വെച്ച് പുലർത്താതെ മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ദൈവാംശത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ ശരീരമല്ലെന്ന വലിയ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വന്ന് ആത്മീയ നിറവിൽ ജീവിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാല കൈകളിൽ ഏന്തി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയമേ, ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഈ കടൽപ്പാട്ട് എന്ന് പറയുന്ന ധ്യാന വിചിന്തനങ്ങളിലൂടെ കടന്നുപോയ എല്ലാ മക്കളെയും അമ്മ വഴി ഈശോ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അമ്മ മറിയത്തിൻ്റെയും മാറിയൗസേ പിതാവിൻ്റെയും പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെയും സകല വൃന്ദമാലാഖമാരുടെയും കൂട്ടായ്മ നമ്മളോട് കൂടെ, പ്രത്യേകിച്ച് നമ്മുടെ ആത്മാവിനോട് കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.